ഓം നമോ വിരാട് വിശ്വബ്രഹ്മണ്യ നമ. ഏവർക്കും നമസ്തേ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സഹർഷം സ്വാഗതം. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം. വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഒരു വാസ്തു ആചാര്യൻ എങ്ങനെയാണ് തൻ്റെ നിർമ്മിതിയുടെയും തൻ്റെ ശില്പത്തിൻ്റെയും തൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെയും തൻ്റെ തൻ്റെ മനസ്സിൻ്റെയും എല്ലാം തന്നെ രൂപസങ്കല്പങ്ങൾ അല്ലെങ്കിൽ രൂപഘടന ഏതിൻ്റെയൊക്കെ മാനദണ്ഡത്തിലാണ് ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വാസ്തു ആചാര്യൻ അദ്ദേഹത്തിൻ്റെ നിർമ്മിതിയുടെ പൂർണ്ണമായ രൂപങ്ങൾ കുത്തിവെക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ്. ആ മനസ്സിൽ നിന്ന് അത് രൂപീകരിക്കപ്പെട്ട് അതിൻ്റെ അളവ് കോലുകളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ അളവ് പ്രക്രിയകളെല്ലാം കഴിഞ്ഞ് അത് ഭൗതിക തലത്തിലേക്ക് വരികയാണ് സാധാരണ ചെയ്യുന്നത്. ഇതിന് 3 വ്യത്യസ്തമായ ഘട്ടങ്ങളെയാണ് നാം സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തത് മനോവാസ്തു, രണ്ടാമത്തത് മനോശില്പം, മൂന്നാമത് പ്രത്യക്ഷ വാസ്തു എന്നുള്ളതാണ്. ഒന്നാമത് മനോവാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഊർജമാണ്. അതായത് ഈ ഭൂപ്രകൃതിയിലെ ഊർജ സംവേദനങ്ങളെ, അതായത് പഞ്ചഭൂതങ്ങൾ, കാന്തിക ഊർജങ്ങൾ, സൂര്യൻ്റെ ഊർജങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ നിർമ്മിതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശില്പത്തിൽ നമ്മുടെ മനസ്സിനെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് കണക്കാക്കി ഒരു രൂപകൽപ്പന മനസ്സിൽ രൂപീകരിക്കുന്നതിനെയാണ് നമ്മൾ മനോവാസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനോവാസ്തു നമുക്ക് രൂപീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് കൃത്യമായ ഉപാസനാദി കാര്യങ്ങൾ വേണം. ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുപുരുഷ വിശ്വകർമ്മ ഉപാസന ഉള്ളവരായിരിക്കണം. അന്തർലീനമായിരിക്കുന്ന വാസ്തുപുരുഷൻ്റെയും അന്തർലീനമായിരിക്കുന്ന വിശ്വകർമാവിൻ്റെയും ഉപാസനയുള്ള ഒരു വാസ്തു ആചാര്യന് കൃത്യമായിട്ട് ഈ ഊർജവാസ്തുവിലൂടെ തൻ്റെ മനോവാസ്തു അല്ലെങ്കിൽ തൻ്റെ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് മനോശില്പമാണ്. നമ്മൾ മനോവാസ്തുവിലൂടെ രൂപീകരിക്കപ്പെട്ട ആ ശില്പത്തിന് അല്ലെങ്കിൽ ആ നിർമ്മിതിയുടെ അളവ് ഘടന കൃത്യമാക്കുന്നതാണ് മനോശില്പം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ അന്തരാളങ്ങളുടെ അളവ്, ഓരോ റൂമിൻ്റെ അളവ്, നമ്മൾ ശില്പമാണെങ്കിൽ അതിൻ്റെ കൈയുടെ അളവ്, കാലിൻ്റെ അളവ്, അതിനുള്ള ഒരു മാനദണ്ഡങ്ങളെ കൊണ്ടുവന്ന് ആ മാനദണ്ഡങ്ങളിലൂടെ നമ്മൾക്ക് ലഭിച്ച അസംസ്കൃത വസ്തുക്കളെ കൊണ്ട് അതൊക്കെ എങ്ങനെ നിർമ്മിച്ചെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് പ്രോഗ്രാമാണ് നമ്മുടെ മനോശില്പം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് പ്രത്യക്ഷ വാസ്തു. ഇത് നമ്മുടെ മനോമണ്ഡലത്തിലൂടെയും നമ്മുടെ അളവ് പ്രത്യയശാസ്ത്രങ്ങളിലൂടെയും കടന്നു വന്ന ഒരു വാസ്തുവിനെ തൻ്റെ ഭൗതിക തലത്തിലേക്ക് പ്രത്യക്ഷപ്പെടുത്തുന്ന വാസ്തു പ്രക്രിയയാണിത്. അതായത് ഇതിന് 4 ഘടകങ്ങളുണ്ട്. അതാണ് നമ്മൾ നമ്മുടെ വാസ്തുവിൻ്റെ പ്രാരംഭ പാഠങ്ങളിൽ പഠിച്ചിട്ടുള്ള ഏതൊക്കെ സ്ഥപതി ഉണ്ടാവണം, അല്ലെ സ്ഥപതി ആണ് എല്ലാ കാര്യങ്ങളും അറിയുന്ന ആള്. അതേപോലെ തന്നെ സൂത്രഗ്രാഹി, അതേപോലെ തന്നെ തക്ഷകി, അതേപോലെ തന്നെ വർദ്ധകി. ഇങ്ങനെ 4 രീതിയിലുള്ള തൊഴിലാളികളും കൂടി ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ തൊഴിൽ സംരംഭങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു വാസ്തു രൂപഘടന പൂർണ്ണമാകുന്നത്. നന്ദി, നമസ്കാരം. അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നു. എല്ലാവരും ഒരിക്കൽ കൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.